ഇന്നത്തെ ധ്യാനത്തിന് ആധാരമാക്കുന്നത് നമ്മൾ ആവർത്തിച്ച് വേദപുസ്തകത്തിൽ വായിച്ചിട്ടുള്ള രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തെ അധീകരിച്ച് ചില ധ്യാന ശകലങ്ങളാണ്. 1 രാജാക്കന്മാർ 18 കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് സത്യദൈവത്തെ അതിശയകരമായി വെളിപ്പെടുത്തി. ഭക്തയായ ഇസബേലിന് അത് തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ഒടുവിൽ ഇസബേലും ആഹാബും കൂടെ ഏലിയാവിനെ ഒടുക്കാൻ തന്നെ തീരുമാനിച്ചു. പ്രാണഭയത്താൽ ഏലിയാവ് അവിടം വിട്ട് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു മരുഭൂമിയിലേക്ക് അദ്ദേഹം പിൻവാങ്ങുന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിക്കുവാൻ അദ്ദേഹം താല്പര്യപ്പെട്ടു. അപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഏലിയാവിനോട് പറഞ്ഞു, ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടല്ലോ. കുറച്ച് ആഹാരം ഏലിയാവിന് അവിടെ നിന്ന് കിട്ടി. ഈ ബലത്തിൽ നടന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് പർവ്വതത്തോളം ഏതാണ്ട് 100 മൈലുകൾ നടന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം ഏലിയാവ് എത്തി. ആ പർവ്വതത്തിൽ ഒരു ഗുഹയിൽ വീണ്ടും ഒളിച്ചിരിക്കുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ദർശനം അദ്ദേഹത്തിനുണ്ടാകുന്നു. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഗുഹാമുഖത്തിറങ്ങുന്നു. ദൈവത്തിൻ്റെ മൃദുസ്വരം ഏലിയാവ് കേൾക്കുന്നു. ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് വായിച്ച് മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ ശിഷ്യത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് നാം എല്ലാവരും എന്ന ഒരു സത്യം നിലനിൽക്കെ ഈ ഭാഗത്തിൽ നിന്ന് ഒരു ശിഷ്യത്വ ജീവിതത്തിന് ആവശ്യമായ 3 കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മുടെ ധ്യാനം 3 കുഞ്ഞ് മലയാള പദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 1 മനനം, 2 ശ്രവണം, 3 ഗമനം. ഈ 3 പദങ്ങളിലൂടെ ശിഷ്യത്വ ജീവിത ശൈലിക്ക് ആവശ്യമായ 3 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമ്പർ 1 മനനം. നമുക്കെല്ലാവർക്കും അറിയാം, 1 രാജാക്കന്മാർ 18-ഉം 1 രാജാക്കന്മാർ 19-ഉം തീർത്തും വ്യത്യസ്തമായ 2 ഭാഗങ്ങളാണ്. 1 രാജാക്കന്മാർ 18-ൽ നമ്മൾ കാണുന്നത് അനിതര സാധാരണ ഒരു കരിസ്മാറ്റിക് ലീഡറിനെയാണ്. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ ബാൽപ്രവാചകന്മാർ 100 കണക്കിന് ബാൽപ്രവാചകന്മാർ സന്നിഹിതമായിരുന്ന ഒരു സദസ്സിൽ സധൈര്യം കയറിപ്പോകുന്നുണ്ട്. അവിടെ ഒരു യാഗം നടത്തുന്നുണ്ട്, സത്യദൈവത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആഘോഷപൂർവം ആരാധനാപൂർവം ദൈവത്തെ ആരാധിക്കുകയും ദൈവശക്തി വെളിപ്പെടുത്തുകയും ചെയ്ത ഒരു കരിസ്മാറ്റിക് ലീഡറാണ് 1 രാജാക്കന്മാർ 18-ലെ ഏലിയാവ്. എന്നാൽ 1 രാജാക്കന്മാർ 19-ലേക്ക് നമ്മൾ വരുമ്പോൾ സെയിം ഏലിയാവ്, അതേ ദൈവദാസൻ, അതേ അഭിഷിക്തൻ പ്രാണഭയത്താൽ പേടിച്ച് ഒളിച്ച് വിറച്ച് മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന മട്ടിൽ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണാം. ഈ ട്രാൻസിഷൻ, ഈ മാറ്റം വാസ്തവത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ്. ചില സമയങ്ങളിൽ വി മേ എക്സ്പീരിയൻസ് സീസൺസ് ഓഫ് ഡിസ്കറേജ്മെൻറ്റ്, പർട്ടിക്കുലർലി ആഫ്റ്റർ ടൈംസ് ഓഫ് എൻകറേജ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടം, സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം, വിജയത്തിൻ്റെ ഒരു കാലഘട്ടം, ഉത്സാഹത്തിൻ്റെ ഒരു കാലഘട്ടം പെട്ടെന്ന് കൺമറയുകയും മിന്നിമറയുകയും ഡിസ്കറേജ്, നിരാശയുടെ, തളർച്ചയുടെ, പതർച്ചയുടെ, ഇടർച്ചയുടെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പിൻവാങ്ങി പോവുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരുടെയും എക്സ്പീരിയൻസിൽ ഇതൊക്കെ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ജീവിതത്തിലും ഉണ്ടായി. ഒരുപാട് എൻകറേജ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടം, പെട്ടെന്ന് ഡിസ്കറേജ്മെൻറ്റിൻ്റെ മറ്റൊരു കാലഘട്ടം. നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതുമായിട്ട് നമ്മുടെ ലൈഫ് ട്യൂൺ ആകുന്നില്ല. ഇങ്ങനെ പതറിയും ഇടറിയും നമ്മൾ നിൽക്കാം. കാര്യം ജീവിതം എന്ന് പറഞ്ഞാൽ മാറ്റത്തിൻ്റെ കൂത്തരങ്ങാണ്. ട്രാൻസിഷൻസ് ഇൻ ലൈഫ്. നമ്മൾ ക്ഷണിച്ചും ക്ഷണിക്കപ്പെടാതെയും അറിഞ്ഞും അറിയാതെയും മാറ്റം ഇങ്ങനെ ഇരമ്പിപ്പാഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. വി ഹാവ് ടു അക്സെപ്റ്റ് ദ സ്റ്റാർക്ക് റിയാലിറ്റി ഓഫ് ചേഞ്ചസ്. മാറ്റം എന്ന നഗ്ന സത്യത്തെ, കഠിന സത്യത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ചോദ്യം ഇതാണ്, വെൻ ഫിയർ സ്ട്രൈക്സ്, ഇങ്ങനെയുള്ള ഭയം നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ, ഡു യു റെസ്പോണ്ട് വിത്ത് ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫെയ്ത്ത്? വെൻ ഫിയർ സ്ട്രൈക്സ്, ഡു യു റെസ്പോണ്ട് വിത്ത് ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫെയ്ത്ത്? ഇതാണ് പ്രസക്തമായൊരു ചോദ്യം. പ്രിയമുള്ളവരെ, ഏലിയാവ് ഈ 2-ാം പക്ഷക്കാരൻ, ഫ്ലൈറ്റ്, ഹി റാൻ അവേ, അവിടെ അവൻ ഓടി. ആഹാബിൻ്റെ പടയാളികൾ പിന്നിലുണ്ട്. കാര്യം ഒരു രാജാവിനെ ഒറ്റയ്ക്ക് അഭിമുഖീകരിച്ചവനാണ് ഏലിയാവെങ്കിലും ഒരു നിർണായക സന്ധിയിൽ താൻ ഭയപ്പെട്ടത് ശത്രുപക്ഷത്തെ തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തമായ വെളിപ്പാടുണ്ടായ സ്ഥലത്ത് നിന്ന്
പിൻവാങ്ങുകയും ഓടി ഒളിക്കുകയും 100 മൈലുകൾ ഓടുകയും ചെയ്തു. കർമ്മയിൽ നിന്ന് ഹോറേബ് വരെ 100 മൈലുകൾ ഓടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അവിടെ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നു ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പക്ഷെ ഒരു ചോദ്യം, മറ്റൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ആർ വി ഡയർ ടു ഫേസ് ദ സ്റ്റാർക്ക് റിയാലിറ്റി ഓഫ് ഫിയർ വിത്ത് ഫെയ്ത്ത്? വിശ്വാസത്താൽ നമുക്ക് ഇതിനെ നേരിടുവാൻ ത്രാണിയും കരുത്തും നമുക്കുണ്ടോ? അതിനുള്ള ആത്മധൈര്യം നമുക്കുണ്ടോ? ഇതാണ് ഇവിടെ ഉയർത്തപ്പെടുന്ന പ്രസക്തമായൊരു ചോദ്യം. വിശ്വാസത്താൽ നേടുക. നമുക്കറിയാം, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ. സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. കുതിര ജയത്തിന് വ്യർത്ഥമാകുന്നു. കർത്താവാണ് സകലത്തിനും കാരണഭൂതൻ. ജീവിതത്തിൽ ഇങ്ങനെ ഭയാനകമായ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ വിശ്വാസത്താൽ നേരിടാൻ നമുക്ക് കഴിയണം. നമ്മൾ ഈ വചനം കൊണ്ട് നടക്കുന്നുവെങ്കിൽ, ഈ വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഈ വചനത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ സനാതനവും ശാശ്വതവുമാണെങ്കിൽ, ജീവിതത്തിൻ്റെ ഭയങ്ങളെ വിശ്വാസത്താൽ നേരിടാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഈ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ജീവിതമല്ല, കേവലം ഒരു കർത്താവുണ്ട്, ദൈവം സഹായിക്കും എന്നുള്ള ഒരു കേവലം അക്നോളജ്മെൻ്റ് അല്ല വിശ്വാസം. പിന്നെ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ എന്നോടൊപ്പം ഉണ്ട് എന്ന ബോധ്യത്തിൻ്റെ പേരാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ വിശ്വാസത്താൽ ഇത്തരം സാഹചര്യങ്ങളെ നേരിടുക, അതിന് കർത്താവ് ഏലിയാവിനെ പരിശീലിപ്പിക്കുകയാണ് കേട്ടോ. വിശ്വാസത്താൽ ഈ സാഹചര്യങ്ങളെ നേരിടുക. അദ്ദേഹത്തെ മനനത്തിൻ്റെ, ചിന്തയുടെ, ധ്യാനത്തിൻ്റെ ഹോറേബിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് എന്താ സംഭവിച്ചത്? ഡയർ ടു എംബ്രേസ് ഗോഡ്സ് ഡ്രീംസ് ഫോർ അസ്. കർത്താവിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, കർത്താവിന് എന്നെക്കുറിച്ചുള്ള വിചാരങ്ങൾ, അത് സ്വീകരിക്കാൻ ധൈര്യമുള്ളവനായി ഞാൻ മാറുന്നു. ഹോറേബ് പർവ്വതം. ഏലിയാവ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹോറേബ് പർവ്വതത്തിലാണ്. ഹോറേബ് പർവ്വതം നമുക്കെല്ലാവർക്കും അറിയാം. മോശയ്ക്ക് സീനായി സമം ഹോറേബ്. മോശയ്ക്ക് കൽപ്പനകൾ കിട്ടിയ ഉഭയസമ്മതത്തിൻ്റെ പർവ്വതമാണ്. മോശ ദൈവത്തെ അഭിമുഖീകരിച്ച സ്ഥലമാണ്. മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കിട്ടിയ സ്ഥലമാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവസ്വരം കേൾക്കുന്ന ഇടം. വീണ്ടും ഹോറേബിനെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു: എ പ്ലേസ് വെയർ നത്തിങ് ബട്ട് ഗോഡ് മാറ്റേഴ്സ്. ഓക്കെ, അവിടെ ഡിമാൻഡ്സ് ടോട്ടൽ സറണ്ടർ. ദൈവം തന്നെ സകലത്തിനും സകലമാകുന്ന ഒരിടത്തിൻ്റെ പേരാണ് ഹോറേബ്. അവിടേക്കാണ് ഇപ്പോൾ ഏലിയ വന്നിരിക്കുന്നത്. കർമ്മേലിൻ്റെ തീക്ഷ്ണമായ വിശ്വാസ പ്രദർശനത്തിനൊടുവിൽ ഭയചകിതനായി ഓടിപ്പോയ, ആത്മീകമായ ഒരുതരം അപജയം സംഭവിച്ച ഏലിയാവ് അഭയം തേടിയിരിക്കുന്നത് ഹോറേബിലാണ്. ഹോറേബിൻ്റെ ഗുഹാമുഖത്ത് ദൈവം പ്രത്യക്ഷപ്പെടുന്നു. എന്താണ് അതിൻ്റെ കാര്യം? നിനക്കൊരു ടോട്ടൽ സറണ്ടർ വേണം സഹോദര. ഇതാണ് കർത്താവ് പറഞ്ഞത്. നിന്റെ ജീവിതത്തിൽ വേറൊന്നുമല്ല, നത്തിങ്, ഓൺലി ഗോഡ് മാറ്റേഴ്സ്. ദൈവം തന്നെ സകലത്തിനും സകലമായി മാറട്ടെ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഹോറേബ് എവിടെയാണ്? നമ്മുടെ പ്രാർത്ഥനാ മുറി, യെസ്, നമ്മുടെ സ്റ്റഡി ടേബിൾ, നമ്മുടെ സ്റ്റഡി ഡെസ്ക്, നമ്മുടെ ദൈവാലയം, നമ്മൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന മണിക്കൂറുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവിടുന്ന എൻ്റെ വീട്, എൻ്റെ പ്രാർത്ഥനാ മുറി, എവിടെയാണ് എൻ്റെ ഹോറേബ്? പ്രിയമുള്ളവരെ, ഈ ഹോറേബ് എക്സ്പീരിയൻസ്, മനനത്തിൻ്റെ ഹോറേബ് എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഒരു ശിഷ്യത്വ ജീവിത ശൈലിക്ക് ഇത് അനിവാര്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. അരുണച്ചൻ എന്ന ഈ വ്യക്തിയുടെ ഡെസ്റ്റിനി നിർണയിക്കുന്നത് പ്രസംഗപീഠങ്ങളിലെ പെർഫോമൻസ് അല്ല, മറിച്ച് പ്രാർത്ഥനാ മുറിയിലെ പെർഫോമൻസ് ആണ്. അതാരും കാണുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി നിർണയിക്കുന്നത്, നിങ്ങളുടെ തലമുറകളുടെ ഡെസ്റ്റിനി നിർണയിക്കുന്നത് ഈ പുറമേ കാണുന്ന ഒന്നുമല്ല, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലെ നിങ്ങളുടെ പെർഫോമൻസ് ആണ്. വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ സഭയുടെ ഭാവി 25 വർഷത്തിന് ശേഷം ഇവിടെ എന്തായിരിക്കുമെന്ന് നിർണയിക്കുന്നത് ഇവിടെ ഇന്ന് കരഞ്ഞ് മാറത്തടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പേരുടെ പ്രാർത്ഥനയാലാണ്. നമുക്കൊരു ഹോറേബ് എക്സ്പീരിയൻസ് ഉണ്ടാകണം. മനനത്തിൻ്റെ, ധ്യാനത്തിൻ്റെ, ദൈവാഭിമുഖ്യത്തിൻ്റെ ഒരു ഹോറേബ് എക്സ്പീരിയൻസ് നമുക്കുണ്ടാകട്ടെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ദൈവവുമായി നിത്യബന്ധത്തിലാകുന്ന
ധ്യാനത്തിൻ്റെ ഒരു ഹോറബ് എക്സ്പീരിയൻസ് നമുക്കുണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്പർ 2, രണ്ടാമത്തെ ഒരു ശിഷ്യത്വ സമീപനം, ശ്രവണം. ഇങ്ങനെ ഗുഹാമുഖത്ത് ഏലിയാവ് നിൽക്കുകയാണ്. കഥയെല്ലാം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന് രാജാക്കന്മാർ 19:11 മുതൽ 13. പാറകളെ തകർക്കുന്നൊരു കൊടുങ്കാറ്റ് കടന്നുപോയി, യഹോവ അതിലില്ലായിരുന്നു. ഭൂകമ്പം ഉണ്ടായി, യഹോവ ഭൂകമ്പത്തിലും ഇല്ലായിരുന്നു. തീ വന്നു, തീയിലും ദൈവമില്ലായിരുന്നു. അടുത്ത്, സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഒരു പരിഭാഷ ഇങ്ങനെയാണ്, എ സൗണ്ട് ഓഫ് ഷിയർ സൈലൻസ്. സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. അത് ദൈവാത്മാവിൻ്റെ മൂവ് ആയിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയായിരുന്നു. ആ മൃദുസ്വരത്തിൽ ഒരു ശബ്ദം കേട്ടു, ഏലിയാവേ, നിനക്കെന്തിവിടെ കാര്യം? പ്രിയമുള്ളവരെ, ഒരു കരിസ്മാറ്റിക് ഡിസ്പ്ലേ അതിലായിരിക്കണം, അതിൽ ദൈവം ഉണ്ടാവണമെന്നില്ല. ഐ എം സോറി, ഞാൻ അങ്ങനെ ആരും കുറ്റപ്പെടുത്തുകയല്ല. പിന്നെ ചിലപ്പോഴെങ്കിലും ഒരു ഹൃദയമന്ത്രണം പോലെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സ്വരം കേൾക്കാൻ കാതുകൾ കൂർപ്പിച്ചോ, ഹൃദയമൊരുക്കിയോ, നമ്മുടെ മനസ്സുകൾ പരിപാകപ്പെട്ടോ? ഈ ബട്ടർഫ്ലൈ തിയറി എന്നൊരു തിയറിയുണ്ട്. അതായത് ഈ ചിത്രശലഭത്തിൻ്റെ ചിറകടികൾക്ക് പോലും ഈ പ്രപഞ്ചത്തിൽ തരംഗങ്ങളും ചലനങ്ങളും ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് ആ തത്വം പറയുന്നത്. ചില മൃദുസ്വരങ്ങൾ കേൾക്കുവാൻ നമ്മുടെ കാതുകൾ പാകപ്പെട്ടോ? നമ്മൾ കേട്ടിട്ടുള്ള 2 പദങ്ങൾ, ഈ ഹാർഡ് വെയർ, സോഫ്റ്റ് വെയർ. നമ്മൾ ഈ 2 വാക്കുകളും കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ചില മാനേജ്മെൻറ്റ് ഗുരുക്കന്മാർ പറയുന്ന ഒരു പദമാണ് ഈ ഹാർഡ് പവർ ആൻഡ് സോഫ്റ്റ് പവർ. ഓക്കെ, ഹാർഡ് പവർ ആൻഡ് സോഫ്റ്റ് പവർ. ഈ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകത്തിൽ സരസമായി ഈ 2 കാര്യങ്ങളെ വിശദീകരിച്ചത് ഈ ഉദാഹരണത്തിലൂടെയാണ്. ഉദാഹരണം, ഹാർപിക്. നമ്മളെല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് ക്ലീനർ, പരസ്യമല്ല കേട്ടോ, ഒരു ടോയ്ലറ്റ് ക്ലീനറാണ് ഹാർപിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹാർപിക് ഒഴിച്ച് കഴുകിയാൽ നമ്മുടെ ടോയ്ലറ്റ് 99.9% അണുക്കൾ ചാകും, അത് ക്ലീനാകും എന്നാണ് ആ കമ്പനി അവകാശപ്പെടുന്നത്, ഹാർപിക്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ ഈ ഹാർപിക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഹാർപിക് എന്ന ലിക്വിഡ് ഉപയോഗിച്ച് ടോയ്ലറ്റ് ക്ലീൻ ചെയ്താൽ അണുക്കൾ ചാകും, ടോയ്ലറ്റ് ക്ലീൻ ആകും. അത് ആ പ്രോഡക്റ്റിൻ്റെ ഹാർഡ് പവറാണ്, ആ പ്രോഡക്റ്റിൻ്റെ ഹാർഡ് പവർ. എന്നാൽ ഈ ഹാർപിക് എന്ന ഈ പ്രോഡക്റ്റ് സംവേദനം ചെയ്യുന്ന മറ്റൊന്നുണ്ട്, ശുചിത്വം എന്നൊരാശയം, ശുചിത്വം എന്ന സംസ്കാരം. ഓക്കെ, ശുചിത്വം എന്ന മൂല്യം, അത് ഈ പ്രോഡക്റ്റ് ഇൻഡയറക്ട്ലി സംവേദനം ചെയ്യുന്ന ഒരാശയം. അതാണ് ആ പ്രോഡക്റ്റിൻ്റെ സോഫ്റ്റ് പവർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ദൈവം സംസാരിക്കുന്നു, ദൈവം സ്പർശിക്കുന്നു, ദൈവം തൊടുന്നു, ദൈവം ശബ്ദിക്കുന്നു, അതൊക്കെ ഉണ്ട്, കുറേ ബഹളങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ മനസ്സിനെ ത്രസിപ്പിക്കുന്ന, ചലിപ്പിക്കുന്ന, ഉള്ളുണർത്തുന്ന, മാനസാന്തരം കൊണ്ടുവരുന്ന, സമർപ്പണം കൊണ്ടുവരുന്ന, ഡെഡിക്കേഷൻ കൊണ്ടുവരുന്ന, കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന സോഫ്റ്റ് പവർ, അതായിരുന്നു ഏലിയാവിന് അവിടെ വളരെ മൃദുവായി സംവേദനം ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ ശബ്ദം. അതൊരു പക്ഷേ നിങ്ങൾ വേദപുസ്തകം നിരന്തരം വായിക്കുന്നവരാണെങ്കിൽ, ബൈബിൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കലി വായിക്കുമ്പോൾ അതെന്തോ നിങ്ങളോട് സംസാരിക്കുന്നു. പണ്ടൊരു അമ്മച്ചി പറയും, ദി ബുക്ക് ദാറ്റ് റീഡ്സ് മീ, എന്നെ വായിച്ച പുസ്തകം അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മോട് സംവദിക്കുന്നു. മേ ബി മറ്റാരുമില്ലാതെ നിങ്ങൾ പ്രാർത്ഥനയിൽ തീക്ഷ്ണമായിരിക്കുമ്പോൾ ചില മൃദുസ്വരങ്ങൾ നിങ്ങൾ കേൾക്കുന്നു. ചില സന്ദർഭങ്ങളിൽ വളരെ ആശങ്കപ്പെട്ടൊരു തീരുമാനം കൈക്കൊള്ളാൻ കഴിയാതെ വളരെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഒരു ആലോചന നിങ്ങൾക്ക് തരുന്നു. ദൈവാത്മാവ് നിങ്ങളെ അതിശക്തമായി വഴി നടത്തുന്നു. ഓക്കെ, മേ ബി ഇത് പ്രത്യക്ഷത്തിൽ വരണമെന്നില്ല എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ദൈവം സംസാരിക്കില്ല എന്നോ ഇടപെടില്ല എന്നോ അതിനർത്ഥമില്ല. അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ സാവധാനതയിൽ നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവം. പണ്ട് ഒരു ഗുരു തൻ്റെ ശിഷ്യനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. അവൻ കാടെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നു. എന്ന് ചോദിച്ചു, നീ കാടിൻ്റെ സംഗീതത്തെക്കുറിച്ച് പറ. അപ്പോൾ കാട്ടാറുകളുടെ ശബ്ദം, കിളികളുടെ കളകളാരവങ്ങൾ, ഇങ്ങനെ കാടിൻ്റെ സംഗീതത്തെക്കുറിച്ച് വിശദീകരിച്ചു. അപ്പോൾ ഗുരു സംതൃപ്തനല്ല. അപ്പോൾ ചോദിച്ചു, നീ പൂവിടരുന്ന ശബ്ദം കേട്ടോ? ഇല്ല. വീണ്ടും പറഞ്ഞയച്ചു,
കേട്ടിട്ട് വാ. പൂവിടരുന്ന ശബ്ദം കേട്ടോ. പ്രിയമുള്ള, ദൈവത്തിൻ്റെ മൃദുസ്വരം നമ്മോട് സംസാരിക്കുന്നു. ഇനി വീണ്ടും ഈ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന മറ്റൊരു ചിന്ത, കൊടുങ്കാറ്റ്, ഭൂകമ്പം, തീ, ഇവയിലൊന്നും ദൈവം ഇല്ലായിരുന്നു. തീയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കർത്താവ് ഇവൻ മോസസിന്. പക്ഷെ ഇവിടെ അത് സംതിങ് ഡിഫറെൻറ്റ്. കൊടുങ്കാറ്റ്, ഭൂകമ്പം, തീ, ഇവയിലൊന്നും ദൈവം ഇല്ലായിരുന്നു. ഈ കൊടുങ്കാറ്റും ഭൂകമ്പവും തീയുമെല്ലാം എന്താണ്? എ ഡിസ്പ്ലേ ഓഫ് സർട്ടൻ ഡിസ്ട്രക്റ്റീവ് പവേഴ്സ്. അതിനവിടെ സംഭവിച്ചത്. പക്ഷെ അതിലൊന്നും ദൈവം ഇല്ലായിരുന്നു. ആ വോയിസസ്, കൊടുങ്കാറ്റ് ശബ്ദം ഉണ്ടാക്കും, തീയിലും ഒരു ശബ്ദമുണ്ട്, പിന്നെ ഭൂകമ്പത്തിൽ ഭയങ്കര ശബ്ദമുണ്ട്. പക്ഷെ ഇതിലൊന്നും ദൈവം ഇല്ലായിരുന്നു. അതിനുശേഷം വന്ന സാവധാനതയുടെ മൃദുസ്വരത്തിലാണ് ദൈവം. നശീകരണത്തിൻ്റെ അടയാളങ്ങളിൽ ദൈവം ഇല്ല. ഫോർ ഇൻസ്റ്റൻസ്, വി ഓൾ ഹിയർ വോയിസസ്. വി നീഡ് ടു ലേൺ നോട്ട് ടു ലിസൺ സം വോയിസസ്. നമ്മൾ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നു, പക്ഷേ ചില ശബ്ദങ്ങൾ കേൾക്കാതിരിക്കാനും ഞാൻ പഠിക്കണം. വി നീഡ് ടു അൺലേൺ എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ, ചില ശബ്ദങ്ങൾ കേൾക്കാതിരിക്കാനും നമ്മൾ പഠിക്കണം. നിരന്തരമായി നമ്മോട് ഉറക്കെ പറയുന്ന ശബ്ദങ്ങൾ എന്തൊക്കെ? യു ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് യു ഹാവ് മണി. യു ആർ നോട്ട് ബ്യൂട്ടിഫുൾ ബിക്കോസ് യു ആർ ഫാറ്റ്. യെസ്, you are useless because you have done nothing significant yet. This world is favorable to the young. Old people have no place here. Morality has no place in this world. ഈ വോയിസസ് ഭയങ്കര പവർഫുള്ളാണ്. ഈ ശബ്ദങ്ങൾ ഭയങ്കര പവർഫുള്ളാണ്. പക്ഷേ ഇത്തരം ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ തെറ്റായ ദിശയിലേക്ക് മാറ്റുമെന്ന് വരികിൽ അത് കേൾക്കാതിരിക്കാനുള്ള മനസ്സും സമർപ്പണവും നമുക്കുണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ തകർക്കുന്ന, സ്വപ്നങ്ങളെ കെടുത്തുന്ന, നമ്മളെ ശക്തീകരിക്കാത്ത, കുടുംബത്തെയും ബന്ധങ്ങളെയും തകർക്കുന്ന ഇത്തരം ശബ്ദങ്ങളെ, ഭൂകമ്പം, തീ, കൊടുങ്കാറ്റ്, കേൾക്കാതിരിക്കുക. ഇത്തരം അലറിപ്പറയുന്ന ശബ്ദങ്ങളുടെ മധ്യേ എ സൗണ്ട് ഓഫ് ഷിയർ സൈലൻസ്, നിശബ്ദതയുടെ മൃദുസ്വരം നമ്മൾ കേൾക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിസിബിളായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസിൽ മാത്രമല്ല, നിശബ്ദമായും കർത്താവ് സംസാരിക്കുന്നു. മൗനം ശരണം ഗച്ഛാമി, ഐ ടേക്ക് റെഫ്യൂജ് ഇൻ സൈലൻസ്. ദൈവം നിശബ്ദതയുടെ സുഹൃത്താണ് മദർ തെരേസ. അതുകൊണ്ട് ഹിഡനായിട്ട് നിശബ്ദമായ ചിലതുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഫെയ്ത്ത്, വിശ്വാസം, അത് വളരെ നിശബ്ദമായി നമ്മൾ ആക്റ്റീവ് ആകുന്നൊരു സാധനമാണ് അല്ലേ? മെഡിറ്റേഷൻ നിശബ്ദമായി നമ്മളിൽ ആക്റ്റീവ് ആകുന്നൊരു സാധനമാണ്. പ്രയർ, ശബ്ദിച്ചും പ്രാർത്ഥിക്കാം, നിലവിളിച്ച് പ്രാർത്ഥിക്കാം, അതൊക്കെ വേണം താനും. അതിനിടയിൽ തന്നെ നിശബ്ദമായി നമുക്ക് പ്രാർത്ഥിക്കാം, നിശബ്ദമായി പ്രവർത്തിക്കാം. നിശാഗന്ധിയെ കുറിച്ചൊരു കവിതയുണ്ടല്ലോ. നിശാഗന്ധി നിങ്ങൾക്കറിയാം, രാത്രി പൂക്കുന്ന ഒരു ചെടിയാണ്. നിശാഗന്ധി ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ പൂവിട്ട് മണമിട്ടൊക്കെ നിൽപ്പുണ്ട്. നിശാഗന്ധി ഇങ്ങനെ പൂത്തിറങ്ങി നിൽക്കുമ്പം നിലാവ് നിശാഗന്ധിയോട് ചോദിക്കുന്നു, ഈ രാത്രി നീ ഇങ്ങനെ വിരിഞ്ഞ് സുന്ദരിയായിട്ട് നിന്നാൽ ആരാ നിന്നെ കാണാൻ പോണേ? ആരാ നിന്നെ കാണാൻ പോണത്? നീ ആരെ കാണിക്കാനാണ് ഈ രാത്രി ഇത്രയും ചന്തമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത്? നിശാഗന്ധി നിലാവിനോട് പറയുന്നു, ആരെയും കാണിക്കാനല്ല, കാണിക്കയായി എന്നെ അർപ്പിക്കാനാണ്. ആരെയും കാണിക്കാനല്ല, കാണിക്കയായി എന്നെ അർപ്പിക്കാനാണ്. സൗണ്ട് ഓഫ് ഷിയർ സൈലൻസ്, നിശബ്ദമായി നമ്മൾ പ്രവർത്തിക്കുന്നു. ശ്രവണം, ദൈവസ്വരത്തെ, മൃദുവായ ദൈവസ്വരത്തെ നമ്മൾ കേൾക്കുന്നു. നിശബ്ദമായി കർത്താവിൻ്റെ മക്കളായി നമ്മൾ രൂപാന്തരപ്പെടുന്നു. ഏലിയാവേ, നിനക്കെന്തിവിടെ കാര്യം? ശ്രവണം എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവ് നൽകുന്നതാണ്. ഫോർ ബി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വേദഭാഗമാണ് ഇത് കേട്ടോ. എന്നെ ചലഞ്ച് ചെയ്തിട്ടുള്ള വേദഭാഗമാണ്. കാര്യം എന്താണെന്നറിയാമോ? ഏലിയാവ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഗുഹയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ക്ഷീണിച്ച്. മനസ്സിൽ മൊത്തം നിരാശയാണ്. കർത്താവേ, അതിന് തൊട്ട് മുമ്പ്, മേ ബി ചില ദിവസങ്ങൾക്ക് മുമ്പ് 1 രാജാക്കന്മാർ 18 ഞാൻ ആരായിരുന്നു? ആകാശത്തുനിന്ന് തീയിറക്കി ഇവിടെ കത്തിച്ചവനാ, ദൈവനാമത്തിൽ വെല്ലുവിളിച്ചവനാ, ഓക്കെ, ആ ഒരു കരിസ്മാറ്റിക് പവർ വെളിപ്പെടുത്തിയവനാണ്. ഇന്ന് ഒന്നുമില്ല. നിരാശ, വേദന, തോൽവി, മരണഭയം ആട്ടിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഏലിയാവ് ഈ സങ്കടത്തോടെ കർത്താവിനോട് പറയാണ്, ദൈവം തമ്പുരാനേ, ഈ ലോകത്ത് ഈ കാലഘട്ടത്ത് നിനക്ക് വേണ്ടി ശുഷ്കാന്തിച്ചിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനൊരൊറ്റ ആളോട് ഇതൊക്കെ എന്തൊക്കെ ചെയ്യും ഇവിടെ? ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് വേണ്ടി ശുഷ്കാന്തിച്ചിരിക്കുന്നത്.
ആക്ച്വലി നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഇറ്റ് ഈസ് എൻ ഐ ഓപ്പണിങ്. കർത്താവിന് തമാശയായിട്ടാ തോന്നിയേ. കർത്താവ് പറഞ്ഞു, നീ മാത്രമല്ല ഏട്ടാ, നീ മാത്രമല്ല, പിന്നെ 7000 പ്രവാചകന്മാരുണ്ട് നിന്നെപ്പോലെ ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടോ, ഒരു വലിയ സമൂഹമുണ്ട് ഇവിടെ. നീ മാത്രമല്ല, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. എൻ്റെ പ്രാർത്ഥനയാണ് ഈ പള്ളിയെ താങ്ങണത്, എൻ്റെ അധ്വാനമാണ് ഈ വീടിൻ്റെ എല്ലാം. ഓക്കെ, ഞാനാണ് ഇവിടുത്തെ എല്ലാം. നോ, നെവർ നെവർ, നീ ഒറ്റയ്ക്കല്ല. ബാലിൻ്റെ മുന്നിൽ മുട്ടുമടക്കാത്ത 7000 പേരുണ്ട്. അപ്പം എൻ്റെ ചോദ്യം, ഈ 7000 പേര് എവിടെ? അവർ വളരെ സൈലൻ്റാണ്. യെസ്, അവർ ഈ ഒരു കരിസ്മാറ്റിക് ഡിസ്പ്ലേ ഇല്ലാത്തവരാണ്. ഏതൊക്കെയോ വീടുകളുടെ കോണുകളിൽ മുട്ടുമടക്കി ദൈവമേ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എവിടെയൊക്കെയോ പ്രാർത്ഥിക്കുന്നവരാണ്. അവരെവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനത്തിലും സമാനമായൊരു ദർശനമുണ്ട്. പട്ടണത്തെ നശിപ്പിക്കാൻ വേണ്ടി ദൈവദൂതന്മാർ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്താണ്? ഇവിടെ ഈ ദേശത്തിൻ്റെ നാശം കണ്ട് സഹിക്കവയ്യാൻ കഴിയാതെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന കുറേ പുരുഷന്മാർ ഈ നാട്ടിലുണ്ട്. നീ അവരെല്ലാം പോയി മുദ്രയിടെന്ന് പറഞ്ഞു. അവരെല്ലാം പോയി മുദ്രയിട്. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. ഏലിയാവ് മേ ബി ഓൾട്ടറിൽ നിൽക്കുന്ന ആളാകാം. ഓക്കെ, ഏലിയാവ് മേ ബി ഒരു കരിസ്മാറ്റിക് ലീഡർ ആകാം. ഏലിയാവ് മേ ബി ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളാകാം. ഏലിയാവിന് തോന്നുകയാണ്, തമ്പുരാനെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടാ, ഞാൻ മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, നോ 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 നോ, നെവർ നെവർ നെവർ, അല്ല. പിന്നെ ഓരോ വീടുകളിലും മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന, കേണപേക്ഷിക്കുന്ന, ദൈവത്തിനായി നിലകൊള്ളുന്ന, നിരന്തരമായി കരയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് കേട്ടോ ഈ പള്ളി, എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. നീ മാത്രമല്ല, നീ ഒറ്റയ്ക്കല്ല. ഇതാണ് ആക്ച്വലി ശ്രവണം എന്ന് പറഞ്ഞാൽ. രസകരമായ മറ്റൊരു കാര്യം, ഏലിയാവേ നിനക്കെന്തിവിടെ കാര്യം? ഗോഡ്സ് ക്വസ്റ്റ്യൻ ഈസ് പ്രസന്റ് ടെൻസ്. ഏലിയാവ് പറഞ്ഞു, ദൈവമേ ഞാൻ എത്ര ശുഷ്കാന്തിച്ചിരുന്നു, ഇസ്രായേൽ മക്കളെ നിന്നെ മറന്നു, പ്രവാചകന്മാരെല്ലാം കൊല്ലപ്പെട്ടു. എലൈജാസ് ആൻസർ ഈസ് പാസ്റ്റ് ടെൻസ്. കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, നീ ഇപ്പോഴത്തെ കാര്യം പറയണോ. 7000 പേര്. നമ്പർ 3, ഏറ്റവും ഒടുവിലായി ഗമനം. മൂവ് ഓൺ. കർത്താവ് പറഞ്ഞു, നിനക്കെന്തിവിടെ കാര്യം? ഇവിടെ ഇരിക്കേണ്ടവനല്ല. എന്നിട്ട് ദൈവം ഏലിയാവിന് ഒരു 3-fold പ്ലാൻ നൽകുന്നു. 1, നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഹോറേബ് വിട്ടിറങ്ങിപ്പോയ്ക്കോ. ഗമിക്കുക, മൂവ് ഓൺ. സ്റ്റാറ്റിക്കായി പോകരുത്, അങ്ങ് തളച്ചിടപ്പെട്ട് പോകരുത്. പൊയ്ക്കോ. എവിടേക്ക് പോകണം? സിറിയ വഴി ഇസ്രായേലിലേക്ക് പോക. ആ യാത്രയിൽ നീ 2 രാജാക്കന്മാരെയും 1 പ്രവാചകനെയും അഭിഷേകം ചെയ്യും. നീ സിറിയ വഴി ഇസ്രായേലിലേക്ക് പോകണം. അവിടെ നീ ചെയ്യാൻ പോണത് 2 രാജാക്കന്മാരെയും 2 പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്യും. അതുകൊണ്ട് ലെറ്റ് us start a new anointing, an era of new anointing. ഒരു പുതിയ അഭിഷേകത്തിൻ്റെ യുഗം നീ ആരംഭിക്കണം. ഇതാണ് കർത്താവ് ഏലിയാവിനോട് പറഞ്ഞത്. ഇവിടെ നിന്ന് പോകരുത്, ഇവിടെ തളച്ചിടപ്പെട്ട് പോകരുത്. എ ഡ്രീം സെല്ലർ എന്നൊരു മൂവിയുണ്ട്. അതിലൊരു മനഃശാസ്ത്രജ്ഞൻ ഇങ്ങനെ മരിക്കാൻ വേണ്ടി പോകുകയാണ്. ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചാടിച്ചാവാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ചാടിച്ചാവാൻ വേണ്ടി നിൽക്കുമ്പോൾ കണ്ടാൽ ഭ്രാന്തനെ പോലെ തോന്നുന്ന ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞിങ്ങനെ, ഇയാളിങ്ങനെ മരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ, 1ഉം 2ഉം ഒക്കെ പറഞ്ഞ് ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുശലാന്വേഷണമൊക്കെ നടത്തിയിട്ട് മെല്ലെ അയാളുടെ മനസ്സ് മാറ്റി. എന്നിട്ട് ഇദ്ദേഹത്തെ എങ്ങനെ താഴെ കൊണ്ടുവന്നു. ഇദ്ദേഹം വിശ്വപ്രസിദ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞനായതുകൊണ്ട് താഴെ പത്രക്കാരും പരിവാരങ്ങളും സന്നിഹിതരായിരുന്നു. എല്ലാവരും ഓടിപ്പോയി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ചോദിച്ച ചോദ്യം ഇതാണ്, അങ്ങ് 100 കണക്കിന് ആൾക്കാരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണല്ലോ, പിന്നെ അങ്ങക്കെന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, മനസ്സ് എവിടെയോ പതറി, എന്നെ കൈവിട്ടുപോയി, ഇടറിപ്പോയി, അതുകൊണ്ട് ഞാൻ മരിക്കാൻ വേണ്ടി പോയതാണ്. എന്തായാലും ഒരു വിധത്തിൽ പത്രക്കാരെല്ലാം പറഞ്ഞയച്ചപ്പോൾ ഈ ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന ആൾ മാത്രം അവിടെ അവശേഷിച്ചു. ഇയാൾ രൂക്ഷമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാണ്? മരിക്കാൻ വേണ്ടി പോയി എന്നെ പിന്തിരിപ്പിച്ചു കൊണ്ട നിങ്ങൾ ആരാണ്? ആ ചോദ്യത്തിന് അയാൾ പറഞ്ഞ മറുപടിയാണ് ആ മൂവിയിലെ വിശ്വപ്രസിദ്ധമായ ഡയലോഗ്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചു, ഞാൻ അവിടെ ഒരു കോമ വരച്ചു. നിങ്ങളുടെ ജീവിതം അങ്ങ് നിർത്താൻ തീരുമാനിച്ചു,
ഞാൻ ആ ഫുൾ സ്റ്റോപ്പ് മായ്ച്ചിട്ട് അവിടെ ഒരു കോമ വരച്ചു. ഇനിയും ഉണ്ടെന്ന് എഴുതാൻ, ഇനിയും ഉണ്ട് എഴുതാൻ, നിർത്തിക്കളയരുത്. ഗോൺ, നീയും പൊയ്ക്കോ, നീങ്ങ്, ഇനിയുണ്ട്, ഒരുപാടുണ്ട് എഴുതാൻ, ഒരുപാട് കൂട്ടിച്ചേർക്കാനുണ്ട്. നിർത്തിക്കളയല്ലേ, നിർത്തിക്കളയല്ലേ. ഏലിയാവിനോട് പറഞ്ഞു, നിനക്കെന്തിവിടെ കാര്യം, നിനക്കെന്തിവിടെ കാര്യം, പൊയ്ക്കോ, നീ സിറിയ വഴി ഇസ്രായേലിലേക്ക് പോകണം. അവിടെ നീ 2 രാജാക്കന്മാരെയും ഒരു പ്രവാചകനെയും അഭിഷേകം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. യെസ്, 2. ഏലിയാവ് 2 പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കാണ്. കർത്താവ് പറഞ്ഞു, അല്ലല്ല, 7000 പേര് നിനക്കുണ്ട്. ഞാൻ വിശദീകരിച്ചു. 3, നിനക്കൊരു പിൻഗാമിയുണ്ട്, നിനക്കൊരു പിൻഗാമിയുണ്ട്. ഇത് നിന്നോടുകൂടെ സംഗതി തീരുന്നില്ല. ഏലിയാവ് മരിച്ചില്ല കേട്ടോ, ഏലിയാവ് കർത്താവ് സ്വർഗത്തിലെടുത്തതാണ്. നിനക്കൊരു പിൻഗാമിയുണ്ട്, അതുകൊണ്ട് നിന്റെ ശുശ്രൂഷകൾക്കൊരു തുടർച്ചയുണ്ട്. ഇതാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ ശുശ്രൂഷകൾക്കൊരു തുടർച്ചയുണ്ട്. അതാരാണ്? നീ തന്നെ അഭിഷേകം ചെയ്ത് എലിശ എന്നൊരു പ്രവാചകനെ നീ കൊണ്ടുവരണം. അതുകൊണ്ട് നിന്റെ ശുശ്രൂഷയോടുകൂടെ എല്ലാം അവസാനിക്കുന്നില്ല. നിനക്കൊരു പിൻഗാമിയുണ്ട്, നിനക്കൊരു പിന്തുടർച്ചയുണ്ട്, ശുശ്രൂഷയ്ക്കൊരു തുടർച്ചയുണ്ട്, ശുശ്രൂഷയ്ക്കൊരു തുടർച്ചയുണ്ട്, നിനക്കൊരു പിൻഗാമിയുണ്ട്. എലിശ, എലിശ. നോക്കണേ, അപ്പം ദൈവത്തിൻ്റെ പദ്ധതി, നിത്യനായ കർത്താവിൻ്റെ നിത്യതയുടെ ക്ലോക്കിൽ, നിത്യതയുടെ സമയത്തിൽ ഈ ലോകത്തിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതികൾ ഒരു മനുഷ്യനിലൂടെ തീരുമോ? തീരില്ല. തുടർച്ചയുണ്ട്, തുടർച്ചയുണ്ട്, ശുശ്രൂഷകൾക്കൊരു തുടർച്ചയുണ്ട്. അതുകൊണ്ട് നിനക്ക് ശേഷം ഇവിടെ എലിശ വരാൻ പോവുകയാണ്, ഇവിടെ എലിശ വരാൻ പോവുകയാണ്, ഇതാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് മൂവ് ഓൺ, ഗമനം, ഗമനം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒന്നും അവസാനിച്ചിട്ടില്ല, തുടർച്ചകളുണ്ട്. ഗമിക്കുക, മൂവ് ഓൺ, പൊയ്ക്കോ, പൊയ്ക്കോ. ഒരു പുതിയ അഭിഷേകം കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഭാഗം നമ്മോട് പറയുന്നത്. ശിഷ്യത്വ ജീവിതശൈലിയുടെ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. 1, മനനം. 2, ശ്രവണം. 3, ഗമനം. ശിഷ്യത്വ ജീവിതശൈലിയിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.